My beautiful souls, another early morning reading. Very good morning to all. സോ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ്? എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? മെയിൻലി എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത്? എസ്പെഷ്യലി നമ്മളുടെ ഈ വർഷം ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? ബിക്കോസ് യെസ്, എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഐ ഹാവ് വെരി സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു. അത് ഇന്ന് നിങ്ങൾ കേൾക്കേണ്ടത് ചേഞ്ച് ആണ്. മെയിൻലി എനർജറ്റിക്കലി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ എവിടെയൊക്കെ നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ തിരിച്ചു വിളിക്കാം, നിങ്ങളിലേക്ക് വിളിക്കാം. സോ ഇന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ചില ആളുകളുടെ മനസ്സിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിന്തിക്കുന്നത്, അല്ലേ? സോ നിങ്ങളുടെ എനർജി ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരിക്കാം. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞൊരു സെക്കൻഡ്സ് വരെ നിങ്ങൾ അതിനെ പറ്റിയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആക്കുന്ന കാര്യമാണ്. അത് എന്തും ആയിക്കോട്ടെ, ആളുകളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പ്രശ്നം എന്തും ആയിക്കോട്ടെ, സ്റ്റോപ്പ് ഇറ്റ്. ജസ്റ്റ് റിലാക്സ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പോവാതിരിക്കാം. ഓൾറൈറ്റ്. സോ ഒരു പുതിയൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ കേൾക്കുന്നത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ മൈൻഡ് സെറ്റ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടും ചിന്തിക്കില്ല, ആവശ്യമില്ലാത്ത ഒരു പ്ലേസിലും എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യില്ല. സോ നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു, അതൊക്കെ ഗ്രോ ചെയ്യാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വിളിക്കാം. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു മാറ്റാണ് നിങ്ങൾക്ക് ഒരു ഫയർ തരുന്നത്. സോ ജീവിതത്തിന് എസ്പെഷ്യലി ഈ ഒരു വിൻ്റർ സീസണിൽ നിങ്ങളെ ചൂട് പിടിപ്പിക്കുന്നത് നിങ്ങളുടെ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് എൻ്റെ വോയിസിലൂടെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഫീൽ. അത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒന്ന് നിങ്ങൾ കൊടുക്കാം. അതൊക്കെ ഒരു ചാർജ് ആയിട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നണം, ഒന്ന് എക്സ്പാൻഡ് ആയിട്ട് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലെ, മനസ്സിൻ്റെ മേലെ, എനർജിയുടെ മേലേക്ക് നിങ്ങൾക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഓണർഷിപ്പ് നിങ്ങൾക്ക് തോന്നണം. എസ്പെഷ്യലി ഈ കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ഈ സമയം കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഒരുപാട് കാര്യത്തിലേക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ, ഈ വർഷത്തിൽ ബാക്കിയുള്ള ദിവസത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്, കൂടുതൽ നിങ്ങളെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതും. അതാണ് നിങ്ങളുടെ മേജർ ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്. സോ ചില ആളുകൾ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിക്കരുത്. ആരെങ്കിലും എക്സ്പെക്ട് ചെയ്ത് വെക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വന്നോളും. ഈവൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളില്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ, നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വന്നോളും. അതെന്തും ആയിക്കോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരിക. ആരും എക്സ്പെക്ട് ചെയ്യണ്ട. നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള റൂട്ടിലേക്ക് വരിക. രാവിലെ എണീക്കുന്നതായിരിക്കാം, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, പ്രാർത്ഥിക്കുന്നതായിരിക്കാം, മെഡിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം. സോ സ്ലോലി നിങ്ങളുടെ ആ ഒരു എനർജി മറ്റുള്ള ആളുകളിലേക്കും സ്പ്രെഡ് ആയിട്ട് വരും. അതല്ലാതെ ആളുകൾ ചേഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ട്, എനിക്കൊന്ന് നന്നാവാമായിരുന്നു, എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കായിരുന്നു, എനിക്കൊന്ന് സന്തോഷമായിട്ടിരിക്കായിരുന്നു എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. സോ അത് നടക്കില്ല. ആളുകൾ അങ്ങനെ മാറില്ല. ആളുകൾ മാറും നിങ്ങൾ മാറുന്ന സമയത്ത്. സോ എവിടേക്കാണോ, എസ്പെഷ്യലി ആളുകളിലേക്ക് വരുന്ന സമയത്ത് എവിടേക്കാണോ നിങ്ങൾ ആരൊക്കെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്, ഒന്ന് നിർത്തൂ. ബിക്കോസ് എനിക്കത് കുറേ കേൾക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഒരുപാട്, ബിക്കോസ് ഐ എം കളക്ടിങ് യുവർ എനർജി. സോ ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൂവി പോകുന്നത് പോലെ നിങ്ങളത് കൊണ്ടുപോകാതിരിക്കുക. നല്ലതാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു റീല് പോലെ അല്ലെങ്കിൽ ഒരു മൂവി പോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതാണ്, അല്ലേ? അത് നല്ലതാണ്, നല്ല എനർജിയാണ്, റൈറ്റ്? സോ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. അതല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, അവരെന്ത് പറഞ്ഞു, എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റും. ഇതൊക്കെ നിങ്ങളെ ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്ന എനർജിയാണ്. എസ്പെഷ്യലി എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ ആളുകൾ, യു ഗൈസ് ആർ മൈ പീപ്പിൾ, റൈറ്റ്? എൻ്റെ ആളുകളാണ് നിങ്ങൾ. സോ എൻ്റെ ആളുകൾ എൻ്റെ ആ ഒരു ലെവലിലേക്ക് വരണം, എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരണം. യെസ്, റൈറ്റ്?
സോ ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ തോട്ട്സിൽ, നിങ്ങളുടെ ഫീലിങ്സിലൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവണം. യെസ്, യു ഗൈസ് ആർ മൈ പീപ്പിൾ. സോ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ ഐ നോ ദാറ്റ് എല്ലാവർക്കും എൻ്റെ മെസ്സേജ് അത്ര ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ ഷുവർ ഐ നോ ദാറ്റ്. ആൻഡ് വാട്ട് ഐ നോട്ടീസ്, എൻ്റെ റീഡിങ് നിങ്ങൾ കൂടുതൽ എക്സ്പാൻഡ് ആവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളിലേക്കാണ് എൻ്റെ റീഡിങ് ആക്ച്വലി അട്രാക്റ്റഡ് ആവുന്നത്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് അവേക്കൻ ആവുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ പേർപ്പസ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? സോ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ആ ഒരു ആക്ഷൻ ആണ് നിങ്ങളുടെ ഈ ഒരു സമയത്ത് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വെപ്പൺ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ അഡിക്ഷൻ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ചില വലിയ ആഗ്രഹങ്ങളുള്ള കാര്യങ്ങളായിരിക്കാം, ബട്ട് അത് പ്രോബബ്ലി നമ്മൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, റൈറ്റ്? സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ പല ടെംപ്റ്റേഷൻസ് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. പല കാര്യങ്ങളും നിങ്ങൾ എന്നേക്കുമായിട്ടും ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, ഒന്നും തുറക്കാൻ പോകുന്നില്ല, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം, സ്ട്രോങ് ആയിട്ട് ഒരു സെൽഫ് അവെയർ ഉണ്ടായിരിക്കണം. നമുക്ക് സ്വയം നമ്മൾ അത്രയും ഡീപ്പായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, അത്രയും ഒരു ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ആളുകളായിരിക്കാം, നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല ആളുകളും നിങ്ങൾ ഈ ഒരു സമയത്ത് ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്നത് കുറവായിരിക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കണം, എനിക്ക് ഇങ്ങനെ ആയാൽ പോരാ, ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ, എസ്പെഷ്യലി ഇമോഷണലിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതോ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതോ നിങ്ങളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസോ തോട്ട്സോ നിങ്ങളുടെ ആഗ്രഹങ്ങളോ ആയിരിക്കാം. ഓക്കെ, സോ വെരി ഗുഡ്. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ടോക്സിക് ആവുന്ന രീതിയിൽ നിങ്ങളെ പനിഷ് ചെയ്യണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിലേക്കൊന്നും നിങ്ങളെ അലോ ചെയ്യാതെ നിങ്ങളെ ഇങ്ങനെ കൺട്രോൾ ചെയ്തു വെക്കുക എന്നുള്ളതല്ല. ബട്ട് ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതിലേക്ക് നമ്മൾ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി അനാവശ്യമായിട്ട് ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുന്നതാണ് നല്ലത്, എന്നാലേ അതിൻ്റെ ഒരു ഫോമിൽ വളരാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾ അങ്ങനെയും ചിന്തിക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയത്ത്, അല്ലെ? സോ നിങ്ങളുടെ കൺട്രോളിൽ അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ വഴിക്ക് നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങളുടെ തോട്ട്സോ നിങ്ങളുടെ ഹാബിറ്റ്സോ നിങ്ങളുടെ ആക്ഷനോ നിങ്ങളെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്, റൈറ്റ്? സോ പല മാറ്റങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് യു നീഡ് ടു ഹിയർ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് മൊമെന്റ്സ് ആണ്, പോസിറ്റീവ് മെന്റാലിറ്റി ആണ് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു അപ്ഗ്രേഡ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നുണ്ട്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മേ ബി ഒന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല, ക്യാഷ് ഉണ്ടാവില്ല ചില ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മേ ബി ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല. ക്യാഷ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം മേ ബി ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഈ ഒരു സമയത്ത് അങ്ങനെ ഇല്ലാത്തൊരു പ്ലേസിൽ നിങ്ങൾ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു മെന്റാലിറ്റിയാണ്, നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ആൻഡ് അത് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അടുത്ത കുറെ കാലം കഴിഞ്ഞിട്ട് എന്നുള്ളതല്ല. ഓക്കെ, 8, 9 നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ആ ഒരു ആക്ഷൻ നിങ്ങളെ അടുത്തതിലേക്ക് ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? അവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, അത് അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രസ്റ്റ് മീ. ഓക്കെ, അത് എന്തും ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കളോ പണമോ അങ്ങനത്തെ കാര്യങ്ങളും എന്നുള്ളതല്ല. ഓക്കെ, വീട്, വാഹനം, അങ്ങനത്തെ കാര്യങ്ങളും എന്നുള്ളതല്ല, നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ പറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്താണ് ലൈഫിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നത്, അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി നിങ്ങൾ കൊണ്ടുവരിക. ഇപ്പൊ നിങ്ങൾക്കത് ഇല്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് അതിൻ്റെ ഒരു സോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിലും, അതിൻ്റെ ഒരു അംശം പോലും നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിലും, നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയാണ്. അതിനൊരു അംശം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങളെ അടുത്ത സ്റ്റേജിൽ തന്നെ കൊണ്ടെത്തിക്കുന്നത്
ആ ഒരു കാര്യം നിങ്ങൾ എന്താണോ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ, അതായത് നിങ്ങൾക്കത് ഉണ്ടാവും ലൈഫിൽ, നിങ്ങൾക്ക് കാണാനും സ്പർശിക്കാനും നിങ്ങൾക്കത് അനുഭവിക്കാനും കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ചിന്താഗതിയാണ്, നിങ്ങളുടെ ഒരു ഹെൽത്തി ബാലൻസ് ആണ്, ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ഇതുപോലത്തെ ചില മാറ്റങ്ങളാണ്. ഓക്കെ, സോ അത് വളരെ വൈസായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് വളരെ 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 പവർഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ്. ഓക്കെ, സോ ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഫീൽ ഒരു ടീം വർക്ക് പോലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളത്. അവിടെ ഒരു ടീം, വേറൊരു ആളുകൾ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ്, മേ ബി നിങ്ങളുടെ സ്പിരിറ്റ് ഗാർഡിയൻസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെയായിരിക്കാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പല കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്നുള്ളത്, ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെയല്ല, എവിടെയോ ഒരു ടീം വർക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ആരുടെയൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു നല്ലൊരു കർമ്മ ഡെഫിനറ്റ്ലി ഓർ നിങ്ങളുടെ ഒരു കർമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അതെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആക്ഷനിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, സോ സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു എത്തിക്സ് ഉണ്ടായിരിക്കണം ലൈഫിനെ പറ്റിയിട്ട്, അല്ലെ? അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. സിറ്റുവേഷൻ എങ്ങനെ പോയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു എത്തിക്സിൽ, അത് മേ ബി ആളുകൾക്ക് തെറ്റോ ശരിയോ ഒക്കെ ആയിരിക്കാം, ബട്ട് നിങ്ങളുടെ എത്തിക്സ്, നിങ്ങളുടെ മനസ്സാക്ഷിക്ക് എതിരായിട്ട് നിങ്ങൾ ഈ സമയം ഒരു കാര്യം ചെയ്യാതിരിക്കുക. ബിക്കോസ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കമ്പാനിയൻ ഈ ഒരു സമയത്ത്. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അലോ ചെയ്യുക, ചില കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങി വരാം, ആക്ഷൻ എടുക്കുക, റൈറ്റ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തും ഏറ്റവും നല്ല നിങ്ങളുടെ ഏറ്റവും നല്ല മിത്രവും ശത്രുവും നിങ്ങളെന്ന് പറയുന്നത് പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു 2 വേർഷൻ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്, ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ചില ചിന്താഗതികളോട്. എനർജി നിങ്ങൾ വേറൊന്നും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ജസ്റ്റ് നിങ്ങളുടെ എനർജി നിങ്ങൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഒരുപാട് ഇങ്ങനെ സെന്റിമെന്റൽ ആയിട്ട് കാര്യങ്ങൾ എടുക്കാതെ എല്ലാം തിരിച്ചു പിടിക്കും. ഓക്കെ, അത് റൈറ്റ് ആയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ചില കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നതോ ചില കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നതോ നിങ്ങളെ എനർജറ്റിക്കലി ഡ്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ഈവൻ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് മാനിഫെസ്റ്റിംഗ്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ ഇന്റൻഷനലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, ലെറ്റ് ഇറ്റ് ഫ്ലോ നാച്ചുറലി. ഓക്കെ, ആളുകളിലേക്ക് നിങ്ങൾ ഒരുപാട് എനർജി ഇങ്ങനെ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് നല്ല രീതിയിലേ വരുള്ളൂ. നിങ്ങളത് പിടിച്ച് വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ അത് റിലീസ് ചെയ്യുക ചില കാര്യങ്ങൾ. അല്ലെങ്കിൽ ആളുകളെന്ന് മാത്രം നല്ലതല്ല, നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഒരു രീതിയിലും എനർജി സ്പെൻഡ് ചെയ്യണ്ട. ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് എന്താണോ ഈ സമയത്ത് അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ സാധിക്കുക, അത് മാത്രം നിങ്ങൾ ചെയ്യാം. ഓക്കെ, ബിക്കോസ് ആക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി അവിടെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇല്ലാത്ത വഴികളൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കാണാത്ത അവസരങ്ങളും നിങ്ങൾക്ക് അതിലുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. സോ ചില പ്ലേസിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ആക്ഷൻ ആണോ എടുക്കാൻ പറ്റുക, മേ ബി ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ വ്യക്തികളിലേക്കൊക്കെ വരുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റുക നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. നിങ്ങൾ അവൈലബിൾ ആവുക, നിങ്ങൾ അവിടെ സേഫ് ആയിട്ടുള്ള ഇമോഷൻസ് കൊടുക്കുക, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. നിങ്ങളുടെ ആ ഒരു മാസ്കുലിൻ ഫെമിനിൻ ക്വാളിറ്റീസ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടതായിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് അവിടെ നിന്നും ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിയാക്ഷൻസോ ഗ്രോത്തോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതെല്ലാം നിങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ എനർജി തിരിച്ചു പിടിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ആക്ഷനും എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തിട്ടും മാറ്റങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അതാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്റൻഷനലി മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു കാര്യം അതാണ് നിങ്ങളുടെ ആക്ഷൻ. ഓക്കെ, സോ അത് പോസിറ്റീവായിട്ട് എടുക്കാം.
നിങ്ങൾ അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത്, വിട്ടു നിൽക്കുന്ന സമയത്ത് അത് ഇനി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവോ, അതൊന്നുമല്ല. അതാണ് നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട് നിങ്ങൾ അവിടെ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, സ്പെഷ്യലി ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ അങ്ങനത്തെ പേഴ്സണാലിറ്റിയിൽ നിൽക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളാണ് ഈ ഒരു സമയത്ത്. സെൽഫായിട്ട് അവെയർ ആണ്. ഞാൻ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട് നല്ല രീതിയിൽ നിങ്ങളെ പറ്റിയിട്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ദിസ് റീഡിങ് ഈസ് നോട്ട് ഫോർ യു. ഓക്കെ, സ്പെഷ്യലി ഈ റീഡിങ് നിങ്ങൾക്ക് ആ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ട്, നിങ്ങൾ ഇമോഷണലി വളരെ ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ ഫീൽ ലൈക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ. എനർജറ്റിക്കലി ഞാൻ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചിന്താഗതി കൊണ്ടുവരാൻ പോകുന്നൊരു മാറ്റം ആലോചിക്കുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഫൗണ്ടേഷൻ, അച്ചീവ്മെന്റ്സ് ആൻഡ് ഡെസ്റ്റിനി. ഓക്കെ, നിങ്ങളൊരു സിറ്റുവേഷൻ, ഒരു ക്ലൈമാക്സ് സിറ്റുവേഷനിലേക്ക് കൂടെ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു, നമ്മൾ ചില മൂവീസിന്റെ അവസാനമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് അറിയില്ല ഈ സ്റ്റോറി എങ്ങോട്ട് പോകുന്നത് എന്നുള്ളത്, അല്ലെ? മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സിറ്റുവേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളടുത്ത് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളുടെ എനർജി ഒക്കെ തിരിച്ചു പിടിച്ചോളൂ, ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ ഓൾറെഡി ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ സീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ചില കാര്യങ്ങളുണ്ട് അവിടെ നാച്ചുറലി സംഭവിക്കേണ്ടതും നാച്ചുറലി അൺഫോൾഡ് ആവേണ്ടതും നാച്ചുറലി ഗ്രോ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ. ഓക്കെ, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സിറ്റുവേഷൻ ഒരുപാട് പാനിക് ആയിട്ട് എടുക്കണ്ട, ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ പോവുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടും വലിയൊരു മാറ്റില്ലാത്തൊരു പ്ലേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ വഴിക്ക് നിങ്ങൾ വിടുക. ചിലതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെന്നുള്ളത്. അങ്ങനെയല്ല, ചില കാര്യങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അത് വളരെ ഒരു ഡിവൈൻലി സോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ചില സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് എത്തിക്കുന്നൊക്കെ ആലോചിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, നിങ്ങളുടെ കയ്യിലല്ല സിറ്റുവേഷൻ, നിങ്ങളുടെ കയ്യിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാം ആവുക, നിങ്ങൾ ജസ്റ്റ് കാം ആവുക. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ ഈ സമയം ബോദർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫിസിക്കൽ ഫോം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, അതിൻ്റെ ഒരു ഹാർമണി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യും, അവരുടെ ഒരു പ്രസൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഡെഫിനറ്റ്ലി ലൈക്ക് ചില കാര്യത്തിന്റെ ചില ഹാർമണി അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഐക്യം ഉണ്ടാവുന്നുണ്ട്, അത് നിങ്ങളുടെ ആഗ്രഹവുമായിട്ടും ഡെഫിനറ്റ്ലി. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഒരുപാട് പാനിക് ആയിട്ട് കാര്യങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. സോ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് ഒരുപാട് നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആക്കുന്നതോ, ഓർ നിങ്ങൾ എന്താണോ ഈ സമയം ഒരുപാട് ബോദർ ചെയ്യുന്നത്, അത് ഓൾറെഡി നിങ്ങൾ സീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഗ്രോ ചെയ്യും. അത് ഗ്രോ ചെയ്യല്ലാതെ അതിന് വേറെ വഴിയില്ല, അല്ലേ? ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത് അത് മേലോട്ട് തന്നെയാണ് വരേണ്ടത്, അത് അടിയിലേക്ക് പോവില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വേര് അടിയിൽ പോയാലും എന്തെങ്കിലും ഒരു സൈൻ അത് പുറത്തേക്ക് കാണിക്കും, അല്ലേ? സോ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് ബോദർ ചെയ്യുന്നത്, അത് ഓൾറെഡി നിങ്ങൾ സീഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് ഡിവൈൻലി സീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, വിച്ച് മീൻസ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ്. അതിനെവിടെയും പോവാൻ പറ്റില്ല ഗൈസ്. സോ ചില കാര്യങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആക്ഷനോ, നിങ്ങളുടെ ഹാബിറ്റ്സോ, നിങ്ങളുടെ ദേഷ്യമോ, നിങ്ങളുടെ ഈഗോയോ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യാം. ഓക്കെ, ചിലത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ മേ ബി നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് തോന്നുകയാണ് അത് റൈറ്റ് പ്ലേസ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചില കാര്യങ്ങൾ വരുന്നില്ല, നിങ്ങൾ അവിടെ ഒരുപാട് പ്രഷർ കൊടുക്കുകയാണ്, പെട്ടെന്ന് വേണം എന്നുള്ള ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിലീസ്, അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ റിലീസ് ചെയ്യാം. നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും സ്നേഹം കൊടുത്തിട്ടും വർക്ക് ചെയ്തിട്ടും നിങ്ങളുടെ ആക്ഷനൊക്കെ വന്നിട്ടും മാറ്റില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് കൊടുക്കുക അവിടെ. ഓക്കെ, അതെന്താണെന്നുണ്ടെങ്കിലും വസ്തുക്കളായിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, ഫീലിങ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ
ചില കാര്യങ്ങൾ അവിടെ ഗ്രോ ചെയ്യുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി അത് മുകളിലോട്ട് വരും. ഓക്കെ, അത് കാണിക്കും. ഓക്കെ, ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഞാൻ എവിടെയും പോയിട്ടില്ല എന്നുള്ളത് കാണിക്കും. അത് സ്നേഹം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓക്കെ, സോ അത് വളരട്ടെ. ഓക്കെ, അത് വളർന്ന് വലുതാവട്ടെ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് അമ്മയുടെ വയറ്റിൽ കുട്ടിയുള്ളത് പോലെയാണ്. അത് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറിയാം. അത് ഒളിച്ചു വെക്കാൻ പറ്റില്ല, അല്ലെ? അത് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ അമ്മയുടെ വയറ് വലുതായി വരുന്നത് പോലെ കാണാൻ സാധിക്കും ഒരു ടൈമിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ചിലത് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഡോണ്ട് വറി, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഡോണ്ട് ഗീവ് ലോഡ് ഓഫ് പ്രഷർ ഫോർ യുവർ സെൽഫ്. ആവശ്യമില്ലാത്ത പ്ലേസിൽ, അത് ഈവൻ നിങ്ങൾക്ക് എത്ര വേണമെന്ന് തോന്നുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പ്ലേസിൽ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, സോ hope you like this video. Have a great day, guys. എല്ലാവരും വളരെ സന്തോഷമായിട്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു.